ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഹിന്ദി ചിത്രമായ എമർജൻസിയിലേക്കാണ്. ഇപ്പോൾ പേര് പോലെ തന്നെ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്തെയും ഇന്ദിരാഗാന്ധിയിലെ ജീവിതത്തിനെയും പ്രമേയമാക്കിയിരിക്കുന്ന സിനിമയാണ് എമർജൻസി. ഈ സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ റോളിൽ വരുന്നത് കങ്കണ റണൗട്ടാണ്. കങ്കണ റണൗട്ട് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ സ്റ്റോറിയും കങ്കണ റണൗട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ജി.വി. പ്രകാശ് കുമാറാണ്. അപ്പോൾ ഇനി സിനിമയിലെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ കാണിക്കുന്ന ഒരു സിനിമയാണ് എമർജൻസി. തുടക്കമെന്ന് പറയുമ്പോൾ മെയിൻലി സ്റ്റാർട്ട് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലാസ്റ്റ് ഡേയ്സും അപ്പോൾ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രൈം ഫേസ് ആയിട്ട് വരുന്നതും തുടങ്ങുന്ന കാലഘട്ടത്തിൽ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അടിയന്തരാവസ്ഥ കാലം, പിന്നെ 1971 യുദ്ധം, പിന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, പിന്നീട് അവസാനം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആർക്കിലാണ് സിനിമ പോകുന്നത്. ഇനി ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അടുത്തായിട്ട് ഞാൻ നെറ്റിലും സോഷ്യൽ മീഡിയ ഫോറംസിലും എല്ലാം കണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഏതൊരു സിനിമ വന്നാലും, പ്രത്യേകിച്ചും റിയൽ ലൈഫിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും സിനിമ വന്നാലോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ മരിച്ചുപോയാലും പൊളിറ്റിക്കൽ ഫിഗറിൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രൊപ്പഗണ്ട സിനിമയായി മാറ്റുന്നതാണ്. അത് ഒരാളുടെ രാഷ്ട്രീയ ബോധത്തിനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ വിചാരധാരയ്ക്കോ എഗ്രി ചെയ്യുന്നൊരു പടം അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ് എന്ന് പറയുന്ന ഒരു രീതി ഇപ്പോൾ പൊതുവിൽ ഉണ്ട്. പ്രൊപ്പഗണ്ട സിനിമ അല്ലാതിരുന്നിട്ട് കൂടിയും പല സിനിമകളും ആ കാറ്റഗറിയിൽ പെടുത്തിയ ആൾക്കാർ സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എമർജൻസിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണോ അതല്ല ഇതൊരു പ്രൊപ്പഗണ്ട സിനിമ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു രീതി. ആണെന്ന് പറയാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ, ഇന്ദിരാഗാന്ധിക്ക് കങ്കണ റണൗട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ആ ക്യാരക്ടറിന് ആസ് ആൻ ആക്ടർ കങ്കണ റണൗട്ട് കൊടുത്തിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് ഭയങ്കര ഫ്രെജൈലായിട്ടുള്ള, ഭയങ്കര പേടിച്ചരണ്ടിരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ക്ലിപ്പിങ്സ് ഒന്നും കണ്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗർ അല്ല ഇന്ദിരാഗാന്ധി. പക്ഷേ എന്നാലും കണ്ടിട്ടുള്ള സ്നിപ്പറ്റ്സൊക്കെ വെച്ചിട്ട് വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗറാണ്. അപ്പോൾ അത്തരത്തിലൊരു ഫിഗറിന് വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് കൊടുക്കുന്നത് എനിക്ക് കുറച്ച് അരോചകമായിട്ട് തോന്നി. എക്സ്ക്യൂസ് മീ. ഇനി എന്തുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട ഫിലിം ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമ അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഐഡിയോളജിയോ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിനെയോ ഭയങ്കരമായി പൊക്കിക്കാണിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് പറയുവാനോ അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല. ഇത് ഇന്ദിരാഗാന്ധിയുടെ ലൈഫിലോട്ട് നമ്മളൊരു ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ലൈഫ് അന്ന് ആദ്യം എന്നുള്ള രീതിയിലാണ് ഈ പടം കാണിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊപ്പഗണ്ട സിനിമ എന്നുള്ള രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് ഇതൊരു ഇന്ദിരാഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ മൂവിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നതായിരിക്കും നല്ലത്. ഇനി ഈ സിനിമയുടെ ഒരു ആക്ടിങ് പെർഫോമൻസ് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, കങ്കണ റണൗട്ട് ഇന്ദിരാഗാന്ധിയുടെ റോളിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ കയ്യിൽ നിന്ന് പോകുന്നതും പാളിപ്പോകുന്നതുമായിട്ടുള്ള വിഷ്വൽസ്, പിന്നെ സീൻസൊക്കെ ഉണ്ട്. പിന്നെ വിശാഖ് നായരുണ്ട്, നല്ല ക്യാരക്ടറാണ് വിശാഖ് നായരുടെ. അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് എന്നുള്ള സിനിമകൾ നമുക്കറിയാവുന്നുള്ള 2-3 പേര് പടത്തിൽ വരുന്നുള്ളൂ, പരിചിതരായ ആക്ടേഴ്സ്. അപ്പോൾ ഒരു ആക്ടിങ് ഫ്രണ്ടിൽ ഒരു ഓക്കേഷ് പെർഫോമൻസാണ് എല്ലാവരുടെ അടുത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, മെയിൻലി ഇങ്ങനെ ഒരു ആളുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ ആ ലൈഫ് സ്റ്റോറി കാണിക്കുന്നത് എന്തുമാത്രം ഹിസ്റ്റോറിക്കലി കറക്റ്റായ സ്റ്റോറീസ് നമ്മൾ പറയുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും ആ ഹിസ്റ്റോറിക്കൽ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1971 അതായത് 1971 നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ US-ൻ്റെ അടുത്ത് പോയിട്ട് സപ്പോർട്ട് ചോദിക്കുന്നു. പക്ഷേ റിച്ചാർഡ് നിക്സണാണ് അന്നത്തെ US പ്രസിഡൻറ്റ്. റിച്ചാർഡ് നിക്സൺ പറയുന്നു, പാകിസ്ഥാൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കത്തുള്ളൂ, ഞങ്ങളുടെ ഫുൾ ബറ്റാലിയൻ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു, യുദ്ധം തുടങ്ങുന്നു.
അപ്പോൾ റിച്ചാർഡ് നിക്സൺ പറയുന്നു, നിങ്ങൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ നേവൽ ഫ്ലീറ്റ്, അത് ശരിക്കും റിച്ചാർഡ് നിക്സൺ US നേവൽ ഫ്ലീറ്റ് 7th ഫ്ലീറ്റ് ബേ ഓഫ് ബംഗാളിൽ ലക്ഷ്യമാക്കിയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ സൈന്യത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് മൂവ് ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ സാം മനേക്ഷ ഉണ്ട്, അന്നത്തെ ഇന്ത്യൻ ആർമിയിലെ ചീഫ്. അദ്ദേഹം പറയുവാണ്, എനിക്ക് 12 ദിവസം മതി ബംഗ്ലാദേശ് പിടിച്ചടക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ചിരിക്കുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. ഇതിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ഹീറോയിക് എലമെൻ്റാണോ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും റിയാലിറ്റിയിൽ നടന്ന സംഭവം US പസഫിക് ഫ്ലീറ്റ് ബേ ഓഫ് ബംഗാളിലോട്ട് വരികയും അതേ ടൈമിൽ തന്നെ ഇന്ദിരാഗാന്ധി റഷ്യയുടെ സപ്പോർട്ട് ചോദിക്കുന്നു. അതിന് കുറച്ച് മുമ്പാണ് റഷ്യയുമായിട്ട് നമ്മൾ ട്രീറ്റ് സൈൻ ചെയ്തിരുന്നു. റഷ്യയുടെ സപ്പോർട്ട് ചെയ്യുന്നു, റഷ്യയുടെ ഫ്ലീറ്റ് മൂവിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മൂവിൻ ചെയ്യുന്ന സമയത്ത് റിച്ചാർഡ് നിക്സൻ്റെ അടുത്ത് പുള്ളിക്കാരൻ്റെ അഡ്വൈസേഴ്സ് പറയുവാണ്, നമ്മൾ ബാക്ക് ഓഫ് ചെയ്യണം, കാരണം റഷ്യ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഫ്ലീറ്റ് മൂവ് ചെയ്തിരിക്കുവാണ്. ആൻഡ് ആ ഫ്ലീറ്റ് ഓൾറെഡി അവിടെ എത്തി, US ഫ്ലീറ്റ് അവിടെ എത്തുന്നതിന് മുമ്പ് റഷ്യൻ ഫ്ലീറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. സോ ഇനി നമ്മൾ എന്ത് അറ്റാക്ക് നടത്തിയാലും അത് സഡൻലി ഒരു ഗ്ലോബൽ തേർഡ് വേൾഡ് വാറായി മാറും, നമ്മൾ റഷ്യയും കൂടെ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ സിറ്റുവേഷനിൽ വരുമെന്ന് പറഞ്ഞ് US അവരുടെ ഫ്ലീറ്റ് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിനിമയിൽ അങ്ങനെ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറൊരു രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അതും ഇതുപോലുള്ള സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂത്തിനോട് എത്ര ചേർന്ന് നിൽക്കാൻ സാധിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും ആ സിനിമയെ ആൾക്കാർ എടുക്കുന്നതും എൻജോയ് ചെയ്യുന്നതും എല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള വേറെയും കുറച്ച് സീക്വൻസുകൾ പടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാം എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്കൊരു പമ്പ് ഫീൽ ചെയ്യില്ല ഈ സിനിമയിൽ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് കിടിലം പടമാണല്ലോ, ഇതിൻ്റെ മേക്കിംഗ് ഭയങ്കര കിടിലമാണല്ലോ, അല്ലെങ്കിൽ ഷോർട്സൊക്കെ ഭയങ്കര കിടിലമാണല്ലോ എന്നൊക്കെ അങ്ങനെ തോന്നുന്ന എലമെൻറ്റ്സ് ഒന്നും തന്നെയും ഇല്ല. ഒരു പമ്പിങ് ഫീൽ നമുക്ക് ഉണ്ടാകത്തില്ല. എന്താ പറയുക, ഒരു നോർമൽ സിനിമ, അതിൽ ഇന്ദിരാഗാന്ധിയാണ് ക്യാരക്ടർ. ആ ക്യാരക്ടർ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ്. അതൊക്കെ ഒന്നും കൂടെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കണം എന്നൊക്കെ അറിവുള്ള ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് സഞ്ജയ് ഗാന്ധിയെ പറ്റിയോ അല്ലെങ്കിൽ അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വായിക്കാനായിട്ട് ഒരുപാട് പുസ്തകങ്ങളും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഓവറോൾ ഇതൊരു ഓക്കേയിഷ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളൊരു തിയേറ്ററിൽ പോയി ഒരു 250 രൂപയൊക്കെ കൊടുത്ത് കാണേണ്ട ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനൊരു തിയേറ്റർ വാച്ചിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യില്ല. അതിന് മാത്രമുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് സീൻസൊക്കെ ഉണ്ട്, കുറച്ച് ഗൂസ് ബമ്പിങ് സീൻസൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല. ഒരേ ഒരു പാട്ടാണ് അത്തരത്തിലുള്ളൊരു പാട്ടുള്ളത്. ആ പാട്ട് നല്ല പാട്ടാണ്, ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരുന്നൊരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് കങ്കണ റണൗട്ട് ഒരു എന്താ പറയുക, ഒരു ടവറിങ് പെർഫോമൻസ് കാഴ്ചവെക്കുകയോ അല്ലെങ്കിൽ ഒരു വെൽ ക്രാഫ്റ്റഡ് മൂവി ഡെലിവർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഓക്കേഷ് മൂവിയാണ്. പല സാധനങ്ങളിലും ടച്ച് ചെയ്ത് ഒന്നും പ്രോപ്പറായിട്ട് കവർ ചെയ്യാതെ ഒരു ഹാഫ് ബേക്ക്ഡ് സിറ്റുവേഷനിൽ പോകുന്ന പല സബ് സ്റ്റോറീസും ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം ഇന്ദിരാഗാന്ധിയുടെ ഈ പ്രൈം മിനിസ്റ്റർ ടെന്യൂറിലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുവാണല്ലോ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാനുള്ള ഒരു ടൈമില്ല. അവർ കവർ ചെയ്തതും അത്ര ഗ്രാൻഡായിട്ട് അത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ റിവ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുവാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.